ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ പുറത്തോട്ട് വിടാം, പഠിക്കാൻ പുറത്തോട്ട് വിടാന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര, പെൺകുട്ടികളെ വിടാന്ന് പറയുന്നത് ഭയങ്കര പേടിയും ഒക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ 10th കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് എന്നെ വിട്ടു. ഞാൻ 10th കഴിഞ്ഞ ഹോസ്റ്റലിൽ തൃശ്ശൂരിൽ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് കോഴിക്കോട് 6 വർഷം. അന്നൊക്കെ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന കുട്ടികൾ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഇപ്പോൾ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ജോലിക്ക് എല്ലാം നമ്മുടെ കുട്ടികൾ പോകും. നമ്മുടെ കുട്ടികൾ ഭയങ്കര സൂപ്പറാണ്. പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പാരൻസിനോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ കുട്ടികൾ മാറി, പെൺകുട്ടികൾ മാറി, പാരൻസ് മാറി, പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൺകുട്ടികൾ മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോഴും എന്താ പറയാ, നമ്മളെ വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് പെൺകുട്ടികൾ നമ്മളെ എല്ലാ സ്കിൽസും പഠിപ്പിക്കും. കൈ വരയ്ക്കുന്നത് ഇത്രയധികം അപ്പൊ നമ്മളിപ്പോഴും ചെയ്യുന്നത് പെൺകുട്ടികളെ നമ്മള് കുക്കിംഗ് പഠിപ്പിക്കും, വാഷ് ചെയ്യാൻ പഠിപ്പിക്കും, ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ആൺകുട്ടികളെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ പഠിപ്പിക്കാറില്ല. നമ്മൾ ചെയ്യുന്നത് ലൈഫ് ലോങ് ഈ ആൺകുട്ടികളെ ഒരു ലേഡിയുടെ ഡിപ്പെൻഡൻ്റ് ആക്കി ആശ്രിതത്വം വളർത്തിയിട്ട് നമ്മൾ വളർത്താം. ചെറുപ്പം മുതൽ പ്രത്യേകിച്ച് ഉമ്മമാർ ചെയ്യുന്നൊരു കാര്യം, ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് പറയും, ആൺകുട്ടിക്ക് അത് അവരത് ചെയ്തു കൊടുക്കാൻ ഇത് ചെയ്തു കൊടുക്കും. ഗ്ലാസ് വെള്ളം പോലും നമ്മൾ പറയും വെള്ളം എടുത്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ആണും പെണ്ണും എല്ലാം ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് വലിയ ഒരു റോളാണുള്ളതിൽ ആൺകുട്ടികളെ പെൺകുട്ടികളെയും നമ്മൾ ബേസിക് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കണം. അത് മെയിനായിട്ട് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്. ഇപ്പൊ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് വേണ്ട കഴിവുകളാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം, നമ്മൾ താമസിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യാം, നമ്മളെടുക്കുന്ന ഡ്രസ് വാഷ് ചെയ്യാൻ. അപ്പൊ ഇതെല്ലാം ആണായാലും പെണ്ണായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു 20 years, ഒരു 20 വർഷം മുമ്പാണെങ്കിൽ അന്നത്തെ രീതിയല്ല ഇപ്പോൾ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ജോലിക്ക് പോവാണ്. അപ്പൊ ഒരു വീട്ടില് ഒരു ആണും പെണ്ണും ജോലിക്ക് പോകുമ്പോൾ പെൺകുട്ടികൾക്ക്, ഐ മീൻ പെണ്ണുങ്ങൾക്ക് എക്സ്ട്രാ ബേർഡൻ വരാണ്, എക്സ്ട്രാ ഒരു അവർക്ക് പ്രഷർ വരാണ്, ഓഫീസിലെ പ്രഷർ. ഇപ്പോൾ ഇവിടെ ജോലിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ജോലിക്ക് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ അറിയുന്നുണ്ടാവും, നിങ്ങളിപ്പോ ജോലിക്ക് പോകുമ്പോൾ രാവിലെ എണീറ്റ് എല്ലാ പണിയും ചെയ്തിട്ടായിരിക്കും പോവാം. പക്ഷെ ആണുങ്ങൾക്കാണെങ്കിൽ രാവിലെ എണീറ്റ് നേരെ ഓഫീസിൽ പോയാൽ മതി. ഇപ്പോ ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞൊരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ കാര്യമുണ്ട്, വേറെവർ ഐ ഗോ ഐ ക്യാരി മൈ ഹൗസ് ഓൺ മൈ ഹെഡ്. അത് വളരെ കറക്റ്റാണ്. നമ്മളിപ്പോ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട് ചുമന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾ ഭക്ഷണം കഴിച്ചോ, വീട്ടിൽ അതുണ്ടോ, ഇലക്ട്രിസിറ്റി മോട്ടോർ ഓഫ് ചെയ്തോ, ഡ്രസ്സ് വാഷ് ചെയ്തോ, ഡ്രസ് അയൺ ചെയ്തോ, പടയ്ക്കോ, ഈ കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതിനേക്കാളും ബേർഡനാണ് നമ്മൾ മെന്റലി പ്ലാൻ ചെയ്യാന്ന് പറയുന്നത്. ആ പ്ലാനിങ് പോലും ഒരു മെന്റലി നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും പലരും ഓഫീസിൽ പോകാന്ന് പറയുന്നത് രാവിലെ 9 o'clock പോകും, 5 o'clock തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ടും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓഫീസ് ആ ഫിക്സഡ് ടൈമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവര് വേറെ പണിയൊന്നുമില്ല. അവർ ചുമ്മാ ഫേസ്ബുക്ക്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, എക്സെപ്ഷൻസ് ഉണ്ടാവും. ഫേസ്ബുക്ക് നോക്കുന്നു, ഇൻസ്റ്റ നോക്കുന്നു. സ്ത്രീകൾ അപ്പോഴും അടുക്കളയിലാണ്. ഒരു വീട്ടിലെ ഏറ്റവും ആദ്യം എണീക്കുന്നതും ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്നതും ഒരു സ്ത്രീയാണ്. ഇപ്പൊ നമ്മുടെ ഉമ്മമാരെ പറയും, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യും ഉമ്മമാരുടെ സാക്രിഫൈസ്. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് അത് ചെയ്യും, ഇത് ചെയ്യും, ഉമ്മ ഫുൾ ടൈം വർക്ക് ചെയ്യും, മൾട്ടി ടാസ്ക് ചെയ്യും. പക്ഷേ ആ ഉമ്മ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി അവർ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അവർ ലൈഫ് ലോങ് അവരുടെ ഹെൽത്തും അവരുടെ ക്വാളിറ്റി ടൈമും എല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു സന്തോഷവും കാര്യങ്ങളും ഇല്ലാതെ അവര് ഒരു കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കണ്ടൊരു കാര്യം, ചെറിയൊരു സജഷനാണ്. നെക്സ്റ്റ് ടൈം നിങ്ങളിവിടെ കണ്ട് മൊമെന്റോ കൊടുക്കുമ്പോൾ നമ്മളധികം ആണുങ്ങളെ മാത്രം വിളിച്ചിട്ടാണ് മൊമെന്റോ കൊടുക്കുന്നത്. ഒരു ഉമ്മമാർക്ക് വീടുകളിൽ ഒരു കുട്ടികളെ പഠിത്തമാണെങ്കിലും അവരുടെ നമ്മുടെ ഉമ്മമാരെ കാര്യം നോക്കുകയാണെങ്കിൽ കുട്ടികളെ ഒരു ABCD പഠിപ്പിക്കുന്നത് മുതൽ അവരുടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം അവർ ഉമ്മമാരാണ് അത് ഗൈഡൻസും എല്ലാം കൊടുക്കുന്നത്. 99% ഉമ്മമാരെ ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് എവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാറില്ല. ചെലിക്കാരെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ വളരെ സന്തോഷം തോന്നിയത്. കാരണം ഉമ്മമാരുടെ ഇൻവെസ്റ്റ്മെന്റ് അത്രത്തോളം ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണാറില്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാറില്ല. പക്ഷെ ഉമ്മമാർക്ക് അത് വിഷമമില്ല. പക്ഷെ അങ്ങനെ ആവരുത്, നമ്മൾ അത് കണ്ട്
അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആൺകുട്ടികളെ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു ബേസിക് ലൈഫ് സ്കിൽസ് നമ്മൾ അവരെ തീർച്ചയായും പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ഒരു വീഡിയോ ആണ്. അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ പറയാണ്, സ്ത്രീകൾ ജോലി പോകുന്ന സ്ത്രീകൾ അവർക്ക് എക്സ്ട്രാ ബേർഡൻ ആണ്. അവർ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവർ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നു, രാവിലെ ജോലി ചെയ്യുന്നു, അവർക്ക് റെസ്റ്റ് ഇല്ല, സ്ട്രെസ്സാണ്, പ്രഷർ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കണം, ജോലിക്ക് പോകരുത്, വീട്ടിലിരുന്ന് പണ്ടത്തെ പോലെ സ്ത്രീകൾ ആവണം എന്നാണ് ഇത് പറയുന്നത്. അതിന് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നതും സ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നല്ല സൊല്യൂഷനാണെന്ന്? അതിന് വേണ്ട ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ എന്ത് വർക്ക് ആയിക്കോട്ടെ അത് ഈക്വലി ഷെയർ ചെയ്യാവുന്നതാണ്. ആണും പെണ്ണും ഒരേപോലെ ഷെയർ ചെയ്യാം, എന്ത് ജോലിയാണ്. നമ്മളുടെ ടൈം പോലെയല്ല ഇനിയുള്ള ടൈം. ചെയ്യാറുണ്ട് വീട്ടില്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് ഒരേ കമ്പനിയിലല്ല, ഞങ്ങൾ ഒരുമിച്ച് ജോലിക്കാകുമ്പോൾ ഒരുമിച്ച് ജോലിക്ക് പോകണം, വൈകിട്ട് ഒരുമിച്ച് വരുന്ന പോലെയാണ്. അപ്പൊ ഞങ്ങൾ വീട്ടില് ഷെയർ ചെയ്യാറുണ്ട് വർക്കുകള്. ചെറിയ കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാറുണ്ട്. കാരണം കാര്യത്തിൽ ഞാനാണ് കൂടുതൽ സ്ട്രെസ് എടുക്കാറ്. പക്ഷെ റസിക്ക് അത് പൂർവ്വമായി നോക്കുന്നുണ്ട്. അതിനോട് അപ്പോ എന്താന്ന് വെച്ചാല് ഇനി വരുന്ന തലമുറയില് ആണുങ്ങളും പെണ്ണുങ്ങളും ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ആൺകുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. ഒരാൾ കഴിച്ച് പാത്രം കഴുകാന്ന് പറയുന്നതില്ല, അതിലൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. പാത്രം കഴുകി വയ്ക്കാം, വീട് ക്ലീൻ ചെയ്യാം, കിടക്കുന്ന റൂം ക്ലീൻ ചെയ്യാം, ഡ്രസ്സ് വാഷ് ചെയ്യാം, അതെല്ലാം ചെയ്തിട്ടേ പഠിക്കാം. പിന്നെ ഇതിൽ ഉമ്മമാർക്ക് വലിയ റോളുണ്ട്. ഉമ്മമാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്, അവരെ വഷളാക്കാതിരിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് കൂടി നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മാറ്റമാണത്. അപ്പൊ ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ, വളരെ ചെറുതാണെങ്കിലും ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു അടുത്ത ജനറേഷൻ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ പെൺകുട്ടികൾക്ക് ഉയർന്നു വരാനും അവർക്ക് പറക്കാനും ഉള്ളൊരു സ്ട്രെങ്ത്തും സപ്പോർട്ടും എല്ലാം നമ്മൾ കൊടുക്കാം. അത് ആൺകുട്ടികളുടെയും പാരൻസിന്റെയും എല്ലാവരുടെയും ഒരു. അത് മാത്രമല്ല, വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ കൂടിയാണ് സ്ത്രീകളായ അവരും ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ മലപ്പുറത്തുള്ള കുറെ കുട്ടികൾ അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു, ട്രാവലിംഗ് പ്ലാൻ ചെയ്തു. അതൊക്കെ വളരെയധികം സന്തോഷം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാഷൻ പിന്തുടരാം, പറക്കാം.